പൊന്നല്ല ഫയർ റെക്കോർഡ് തകർത്ത് സ്വർണവില മാജിസംഖ്യ മറികടന്ന് പവൻ പണിക്കൂലിയും ചേർന്നാൽ വില ഇങ്ങനെ. ഗോൾഡ് ബ്രേക്സ് റെക്കോർഡ്. സേഫ് ഹാവൻ പെരുമയിൽ കുതിച്ചുയർന്ന് സ്വർണം. കളമൊരുക്കി ട്രംപിന്റെ താരിഫ് വാശിയും യുഎസിന്റെ പണപ്പെരുപ്പ കണക്കും. വില കുറയുമെന്ന പ്രതീക്ഷകൾ തകിടം മറിച്ച് കേരളത്തിൽ ഇന്നു സ്വർണവിലയുടെ റെക്കോർഡ് തേരോട്ടം. രാജ്യാന്തര വിപണിയുടെ ചുവടുപിടിച്ച് സംസ്ഥാനത്തും ഇന്നു വില മുന്നേറുകയായിരുന്നു. ഗ്രാമിന് 55 രൂപ ഉയർന്ന് വില സർവകാല ഉയരമായ 8,120 രൂപയിലെത്തി. 440 രൂപ മുന്നേറി 64,960 രൂപയാണ് പവന്. 65,000 രൂപയെന്ന നാഴികക്കല്ലിലേക്ക് വെറും 40 രൂപയുടെ അകലം. 48,280 രൂപയായിരുന്നു 2024 മാർച്ച് 13 പവൻവില. ഒരു വർഷത്തിനിടെ മാത്രം കൂടിയത് 16,680 രൂപ. കഴിഞ്ഞമാസം 25 കുറിച്ച ഗ്രാമിന് 8,075 രൂപയും പവന് 64,600 രൂപയുമെന്ന റെക്കോർഡ് ഇനി മറക്കാം. 18 കാരറ്റ് സ്വർണവിലയും ഗ്രാമിന് ഒറ്റയടിക്ക് 45 രൂപ കുതിച്ച് എക്കാലത്തെയും ഉയരമായ 6,695 രൂപയിലെത്തി. എസ്. അബ്ദുൽ നാസർ വിഭാഗം AKGSMA നൽകിയ വില ഇന്നു 45 രൂപ ഉയർത്തി 6,680 രൂപയാണ്. വെള്ളിവില ഗ്രാമിന് 2 രൂപ ഉയർന്ന് 108 രൂപ. കുതിച്ചുകയറി രാജ്യാന്തര പൊന്ന്. ലോകത്തെ ഒന്നാം നമ്പർ സാമ്പത്തിക ശക്തിയായ യുഎസിൽ പണപ്പെരുപ്പം കുറഞ്ഞതും ആഗോള വ്യാപാരയുദ്ധത്തിൽ യുഎസിനെതിരെ യൂറോപ്യൻ യൂണിയനും രംഗത്തെത്തിയതോടെ താരിഫ് പോര് കനക്കുന്നതും സ്വർണത്തിന് പുത്തൻ ഉന്മേഷമായി. പണപ്പെരുപ്പം കുറഞ്ഞ പശ്ചാത്തലത്തിൽ US ഡോളർ ഇൻഡെക്സും US ഗവൺമെന്റിന്റെ കടപ്പത്ര ആദായനിരക്കും US ട്രഷറി ബോണ്ട് ഈൽഡ് താഴേക്കു നീങ്ങിയതും സ്വർണത്തെ ആകർഷകമാക്കി. ഇന്നലെ ഔൺസിന് $2,921 രാജ്യാന്തര സ്വർണവില ഇന്നു $2,945.28 വരെയെത്തി. ഇന്നുമാത്രം $30 കയറ്റം. ഇതോടെ കേരളത്തിലും വില കുതിച്ചു. പ്രതീക്ഷകൾ തെറ്റിച്ച് ട്രംപും പണപ്പെരുപ്പവും. ട്രംപിന്റെ താരിഫ് നയങ്ങൾ യുഎസിലെ പണപ്പെരുപ്പം കൂടാനിടയാക്കുമെന്നാണ് പൊതുവിലയിരുത്തൽ. എങ്കിലും ചില രാജ്യങ്ങൾക്കുമേൽ ഉയർന്ന ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുന്നത് ട്രംപ് താൽക്കാലികമായി മരവിപ്പിച്ചതിനാൽ കഴിഞ്ഞമാസത്തെ പണപ്പെരുപ്പത്തിൽ അതു പ്രതിഫലിച്ചില്ല. ജനുവരിയിൽ 3% ഉപഭോക്തൃ പണപ്പെരുപ്പം ഫെബ്രുവരിയിൽ 2.9% കുറയുമെന്നായിരുന്നു പ്രതീക്ഷ. ഇതിനേക്കാൾ താഴെ 2.8% പണപ്പെരുപ്പമെന്ന് US ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് വ്യക്തമാക്കി. ഇതോടെ യുഎസിൽ അടിസ്ഥാന പലിശനിരക്ക് അടുത്തെങ്ങും കുറയ്ക്കേണ്ടെന്ന തീരുമാനം കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പുനഃപരിശോധിച്ചേക്കുമെന്ന പ്രതീക്ഷകൾ ഡോളറിനും ബോണ്ടിനും സമ്മർദ്ദമായി. US യൂറോപ്യൻ യൂണിയൻ വ്യാപാരയുദ്ധം മുറുകുമെന്ന വിലയിരുത്തൽ മൂലം സ്വർണത്തിന് സുരക്ഷിത നിക്ഷേപ പെരുമ കിട്ടുന്നതും വില കൂടാനിടവരുത്തി. ഏശാതെ ധാരണ. റഷ്യ യുക്രൈൻ വെടിനിർത്തലിന് ധാരണയാകുന്നു എന്നത് സ്വർണവില കുറയാൻ ഇടവരുത്തേണ്ടതായിരുന്നു. എന്നാൽ ട്രംപ് തുടക്കമിട്ട താരിഫ് പോരും അമേരിക്കയെ പല രാജ്യങ്ങളും അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നതുമൂലം ആഗോള വ്യാപാരയുദ്ധം കലുഷിതമാകുന്നതും യുഎസിൽ പണപ്പെരുപ്പം കുറഞ്ഞതും സ്വർണത്തിന് വിലക്കുതിപ്പിനുള്ള ഊർജ്ജം പകർന്നു. പണിക്കൂലി ഉൾപ്പെടെ വില. സ്വർണത്തിന് 3% GST. ഹോൾമാർക്ക് ഫീസ് 45 രൂപയും അതിന്റെ 18%, അതായത് 53 രൂപ 10 പൈസ. പുറമെ പണിക്കൂലിയും നൽകണം. ഇതു ആഭരണത്തിന്റെ ഡിസൈനിന് അനുസരിച്ച് 3 മുതൽ 30% വരെയൊക്കെയാകാം. പണിക്കൂലി 5% കണക്കാക്കായിൽ തന്നെ ഇന്നു കേരളത്തിൽ ഒരു പവൻ ആഭരണം വാങ്ങാൻ 70,308 രൂപ നൽകണം. 1 ഗ്രാം സ്വർണ്ണാഭരണത്തിന് 8,789 രൂപയും. ചരിത്രത്തിലാദ്യമായാണ് പവന്റെ മിനിമം വാങ്ങൽ വില 5% പണിക്കൂലി പ്രകാരം 70,000 രൂപ ഭേദിക്കുന്നത്. ആഭരണപ്രിയർക്കും വിവാഹമുൾപ്പെടെ ആവശ്യങ്ങൾക്കായി വലിയ അളവിൽ സ്വർണ്ണാഭരണം വാങ്ങാൻ ശ്രമിക്കുന്നവർക്കുമാണ് ഇതു തിരിച്ചടി.